തൗഫീഖ് അസ്ലം കൂടി ചേരുന്നുണ്ട്. തൗഫീഖ്, ഇനി അറിയേണ്ടത് ചോദ്യം ചെയ്യുന്നത് ആര്, ഏതൊക്കെയാണ്, എത്ര അംഗങ്ങളുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുക? അതിന് ഒരു DG ഉൾപ്പെടെ 12 അംഗ സംഘമായിരിക്കും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുകയെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിശദമായി തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും. പാലത്തെ വിമാനത്താവളത്തിൽ നിന്ന്, അത് എയർബേസ് ആണ്, എയർബേസിൽ നിന്നും പുറത്തിറങ്ങുന്ന അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ NIA ദേശീയ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ഈ രണ്ട് സാധ്യതകളാണ് നിലവിലുള്ളത്. അത് ഏതായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ രണ്ടിടങ്ങളിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ റാണയെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കുക. ഓൺലൈൻ വഴിയായിരിക്കും റാണയെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. 12 അംഗ സംഘത്തെ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട്. അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചോദ്യം ചെയ്യൽ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായിട്ട് തന്നെയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചിരുന്നു ഈ ഭീകരാക്രമണത്തിന് മുമ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതി എന്തായിരുന്നു, ഇത്തരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചതിലൂടെ അവിടെ സന്ദർശിച്ച് അവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, മറ്റെന്തെങ്കിലും പദ്ധതികൾ റാണക്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. അദ്ദേഹത്തെ റാണയെ മുംബൈയിലേക്ക് കൊണ്ടുപോകും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ NIA ദേശീയ ആസ്ഥാനത്തായിരിക്കും ഈ ചോദ്യം ചെയ്യൽ തുടങ്ങുക. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. തിഹാർ ജയിലിൽ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിനെ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു 3 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, 3 ഉപാധികൾ ഉണ്ടായിരുന്നു. ആ ഉപാധികൾ ഇന്ത്യ അംഗീകരിച്ചതിനെ തുടർന്നാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷയും റാണക്കൊരുക്കണം, എന്നാൽ മാത്രമേ റാണയെ വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമായിരുന്നു അമേരിക്ക ആദ്യം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അമേരിക്കയിൽ നിന്നും റാണ ഇന്ത്യയിൽ എത്തുന്നതുവരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തെ കാര്യം, ജയിലിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള, റാണക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകണം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള സുരക്ഷ ജയിലിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അദ്ദേഹത്തിന് നിയമപോരാട്ടം നടത്താൻ, അതായത് കോടതിയിൽ കേസ് നടത്താനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകണമെന്നുള്ള ഒരു ഉപാധി കൂടി അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ റാണയെ വിട്ടു നൽകുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അമേരിക്ക അറിയിക്കുകയും ചെയ്തതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതെല്ലാം അംഗീകരിച്ചു. തുടർന്നായിരുന്നു റാണയെ വിട്ടു നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ NIA വിശദമായിട്ട് തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കും. ഇത് പ്രധാനമായും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. റാണയെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായിട്ട് തന്നെയുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. റാണയ്ക്ക് ഇന്ത്യയിൽ മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചോ എന്ന കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. അദ്ദേഹം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റാണ സന്ദർശിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ കേരളത്തിൽ ഉൾപ്പെടെ റാണയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ശരി, തൗഫീഖിലേക്കും വരാം. ദില്ലി കനത്ത സുരക്ഷയിലാണ്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയായ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു. ദില്ലി പാലം വ്യോമസേന വിമാനത്താവളത്തിൽ എത്തിച്ച റാണയെ NIA അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം NIA ആസ്ഥാനത്തോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലോ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തിഹാർ ജയിലിലേക്ക് മാറ്റുക. കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഒരു പക്ഷേ ഓൺലൈനായിരിക്കും ഹാജരാക്കുക. അതിനുശേഷം അദ്ദേഹത്തെ 12 അംഗ NIA സംഘം, DG അടക്കമുള്ള 12 അംഗ സംഘമായിരിക്കും റാണയെ ചോദ്യം ചെയ്യുക.